നമ്മൾ സാധാരണ പാർലമെൻറ്റിൽ കാണുന്ന പോലെ പ്രതിപക്ഷത്തെ നേരിടുന്ന ഒരു വിചിത്രമായ കാഴ്ചയാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായിട്ടുള്ളത്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ തന്നെ മുൻ മന്ത്രിയായിട്ടുള്ള ശ്രീ AP അനിൽകുമാർ അടക്കമുള്ള ആളുകളോട് ചേറ് കാണിച്ചത് വളരെ വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു നിലപാടാണ്. മാത്രമല്ല, ഇവിടെ വിഷ്ണു പറഞ്ഞ പോലെ വളരെ പ്രധാനമായൊരു കാര്യം, ഡിമാൻഡ് ചർച്ചയിൽ ഞങ്ങളൊക്കെ വളരെ വിഷയാധിഷ്ഠിതമായിട്ടാണ് സംസാരിച്ചത്. ഡിമാൻഡിൽ ഇപ്പോൾ സാധാരണ ഒന്നോ രണ്ടോ വകുപ്പുകളല്ല, നിരവധി വകുപ്പുകൾ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഡിമാൻഡ് ചർച്ച നടക്കുമ്പോൾ അതിൽ വിഷയാധിഷ്ഠിതമായി ചർച്ച ചെയ്യുന്നത്. കാരണം ഭരണപക്ഷം വളരെ തീർത്തും സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാത്രം സംസാരങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളെല്ലാവരും വളരെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇന്ന് പ്രസംഗങ്ങൾ നടന്നത്. ആ പ്രസംഗങ്ങളിൽ ഒരു മിനിറ്റ് പോലും അര മിനിറ്റ് പോലും ഒരാൾക്കും അനുവദിക്കാതെ വളരെ കൃത്യമായിട്ട്, മാത്രമല്ല രസകരമായ കാര്യം, അത് ചെയറിലിരിക്കുന്ന എല്ലാവർക്കും ഒരേ സ്വഭാവമായിരുന്നു എന്നുള്ളതാണ്. ചെയറിലിരിക്കുന്ന ബഹുമാന്യനായ സ്പീക്കർക്കും ചെയറിലിരുന്ന മറ്റെല്ലാ സ്പീക്കറുടെ ചുമതല വഹിച്ച ആളുകളും ഒരേപോലെ ട്രീറ്റ് ചെയ്തു. എല്ലാവരും ഒരേപോലെ പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ളൊരു സമീപനം കൈക്കൊണ്ടു. ഇത് വളരെ ആസൂത്രിതമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്ന വിധത്തിലാണ് ഇന്ന് കാര്യങ്ങളുണ്ടായത്. കാരണം CPIM-ൻ്റെ സമ്മേളനം കഴിഞ്ഞപ്പോൾ പുതിയ നിർദ്ദേശം വല്ലതും കൊടുത്തതാണോ എന്ന് തോന്നിപ്പിക്കാവുന്ന തരത്തിലാണ് ചെയറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സീനിയർ മെമ്പേഴ്സ് അടക്കമുള്ള ആളുകളോട് അത്തരത്തിലൊരു നിലപാടെടുക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം ഇവിടെ ബഹുമാന്യരായ നേതാക്കൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം അദ്ദേഹത്തിന് അനുവദിച്ച സമയത്തിൻ്റെ ഒരു മിനിറ്റ് മുമ്പ് ബെല്ലടിച്ച് നിർത്തുകയായിരുന്നു എന്ന് ശരിക്കും ചെയ്തത്. ഇത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഒരു ജനാധിപത്യത്തിനെതിരായിട്ടുള്ള വളരെ ഭരണകൂടത്തിൻ്റെ കയ്യേറ്റമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്.